കയ്യിൽ കമ്പിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. പിന്നെ എത്ര നാള് എടുക്കും? ഈ ഒരു കൈയുടെ ഈ ഒരു ഭാഗം മൊത്തം അത് പാടാണ്. കാരണം വെച്ചാൽ ഈ തണുപ്പ് സമയത്ത് കഥകളൊക്കെ ഇങ്ങനെ ടൈറ്റ് ആവില്ല, അടയാതൊക്കെ അതേപോലെയുള്ള വിഷയങ്ങളുണ്ടാവും. ഈ ഉയർന്നു വരുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു അടി പോലെയൊക്കെ വന്നപ്പോഴത്തേക്ക് എന്താ പറ്റി? അത് പറഞ്ഞപ്പോഴത്തേക്ക് മകളിൽ നോക്കുന്നുണ്ട്. അപകടം ഉണ്ടായ സമയത്ത് തന്നെ ഞങ്ങൾ അവിടുത്തെ നാട്ടുകാർ ഇഷ്ടംപോലെ ആൾക്കാർ ഞങ്ങളെ സഹായിക്കാണ്ട്, അതൊക്കെ ഒരു വലിയ അനുഗ്രഹമായിരുന്നു. ഒരുപാട് ആൾക്കാരുണ്ട് ചുറ്റും അല്ലേ? നല്ലത് പറഞ്ഞവരുണ്ട്, തെറി പറഞ്ഞവരുണ്ട്. അതാണ് അത് പ്ലസ് മൈനസ് ഉണ്ടെങ്കിലല്ലേ ബൾബ് എത്തുള്ളൂ. മീഡിയനെ കുറിച്ച് പറയുകയാണെങ്കിൽ ചാനൽ എന്നാ ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ മുന്നത്തെ വീഡിയോ, അതായത് 4 ദിവസം മുന്നേ ആക്സിഡന്റ് ഉണ്ടാകുന്നതിന് 4 ദിവസത്തെ മുന്നത്തെ വീഡിയോ എടുത്തിട്ട് അത് കട്ട് ചെയ്തിട്ട് പറഞ്ഞു ആ വീഡിയോ ഡിലീറ്റ് ചെയ്തു. അതായത് അത് സിമ്പിൾ ആയിട്ട് ഒരാൾക്ക് യൂട്യൂബിൽ കയറി നോക്കിയാൽ അറിയാം അത് ഡിലീറ്റ് ചെയ്തോ ഇല്ലയോ എന്നുള്ളത്. ഈ ന്യൂസിൽ എന്ത് വന്നു അതേപോലെ തന്നെയായിരിക്കും സമൂഹത്തിൽ നമ്മൾ പ്രൊജക്ട് ചെയ്തിരിക്കുന്നത്. എല്ലാ സമയങ്ങളും അങ്ങനെയായിരിക്കും. അതാണ് ഏറ്റവും വലിയ വിഷയം. നമ്മൾ ഇനി എത്ര എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ ഒരു സമൂഹം നമ്മൾ എപ്പോഴും നെഗറ്റീവായിട്ട്, അതായത് അവർക്ക് കണ്ടന്റ് ഇല്ലാത്ത സമയത്ത് ഇതിന് യൂട്യൂബിന്റെ നെഞ്ചത്തോട്ട് വരും. പണ്ട് നമ്മൾ യൂട്യൂബർ എന്ന് പറയാൻ നേരത്ത് ഭയങ്കര ഒരു ഇതായിരുന്നു നാട്ടിലൊക്കെ എല്ലായിടത്തും. ഇപ്പൊ യൂട്യൂബ് എന്ന് പറഞ്ഞാൽ പട്ടിയുടെ വിലയാണ്. ഇപ്പൊ നമ്മളെ ഇങ്ങനെ എന്താ പറയാ, ഏത് രീതിയിൽ ബ്ലോഗർമാരെ എങ്ങനെയെങ്കിലും അടിച്ചമർത്തുക എന്നുള്ള രീതി ശരിക്കും ഒരുപാട് പേര് ദ്രോഹിച്ചിട്ടുണ്ട്. ഏത് മേഖലയാണ് ഇങ്ങനെ പിന്നീന്ന് കുത്തും ഇതൊക്കെ ഉണ്ടാവും. നമ്മൾ നമ്മുടേതായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ. കേരളത്തിലെ ഏറ്റവും വലിയ ഒരു ചാനലുണ്ട്, ഒരു യൂട്യൂബ് ചാനൽ. ഞാൻ അവരുടെ പേരൊന്നും എടുത്തു പറയുന്നില്ല. പിന്നെ വീഡിയോ തുടങ്ങിയ കാലം മുതൽ ഞങ്ങളെ നിരന്തരം വിളിക്കുമായിരുന്നു. പിന്നെ ഒരു പ്രാവശ്യം ഇവര് വാൻ ലൈഫ്, ഞാൻ പറഞ്ഞില്ല ഇങ്ങനെ കുറെ ആൾക്കാർ വാൻ ലൈഫ് ചെയ്തായിരുന്നു. ഇവര് ഈ വാൻ ലൈഫ് ചെയ്ത് ഒരു പിന്നെ കൊൽക്കത്ത എത്തിക്കഴിഞ്ഞ് ഇവർക്ക് പിന്നെ ഫ്രണ്ടിലേക്ക് പോകാൻ പറ്റാതെ ഇവര് റൂമൊക്കെ എടുത്ത് വരുന്ന സമയത്ത് ഞങ്ങളെ വിളിച്ചു. അങ്ങനെ സിലിഗുരി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നൊക്കെ ഞങ്ങൾ അവരെ വീഡിയോ പരിചയപ്പെടുത്തി. അപ്പൊ അങ്ങനെ ഞങ്ങൾ ഇപ്പൊ ഞാൻ പറഞ്ഞു ആ പുള്ളിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ചാനലാണ്. നമ്മുടെ ബ്ലോഗിൽ കൂടെ ഞങ്ങൾ പരിചയപ്പെടുത്തുക. അപ്പൊ ഞങ്ങൾ കുറെ പേരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. കുറെ പേര് ഞങ്ങളുടെ കൂട്ടത്തിൽ പോയിട്ട് ഞങ്ങൾക്ക് തന്നെ പണി തന്നിട്ട് പോയിട്ടുണ്ട്. അതൊക്കെ ഇതിന്റെ അകത്ത് സ്വാഭാവികം. ചേച്ചിയും കമ്പിയാ നീയും കമ്പിയാ, അതായത് ചേച്ചിയുടെ പല്ലേ കമ്പി നിന്റെ കയ്യെ കമ്പി. സിമിൻ ചേട്ടാ പറയാനുള്ളത് രഹസ്യങ്ങള് പരസ്യമാക്കുന്ന വ്യക്തി ഇവര് രണ്ടുപേരുടെയും ഏജ് ഞാൻ 96, ഇവൻ 96, ഇവൻ 97. കാൽക്കുലേറ്റ് ചെയ്തു. എന്തായാലും ഒരു 10, 29, 30 വയസ്സ്. അല്ലെങ്കിൽ മൊത്തം എല്ലാവരും അപരാധം അതിന്റെ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ പറ്റാത്തതിന്റെ കുറച്ച് പ്രശ്നങ്ങളുള്ള, അല്ലാതെ എന്റെ കല്യാണം നേരത്തെ നടന്നു. അങ്ങോട്ടുണ്ടോ സെബിൻ ചേട്ടാ? എനിക്ക് ചേച്ചി തൊളിക്കുള്ള പ്രായമില്ല. എനിക്ക് 22 വയസ്സ്. ഈ ഒരു പെങ്ങളായിട്ട് ഈ കുട്ടീനെ കാണാം. വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് മഴവിൽ കേരളം. ഇന്ന് എന്റെ കൂടെ ഉള്ളത് ഈബുൾ ജിറ്റ് ബ്രദേഴ്സ് ആയ എബിനും ലിബിൻ ചേട്ടനുമാണ്. രണ്ടുപേർക്കും വെൽക്കം ടു ദി ഷോ. നമസ്കാരം. അപ്പം ഇപ്പോഴത്തെ വിശേഷങ്ങളൊക്കെ എന്താണ്? ഇപ്പൊ നല്ല വിശേഷമാണ്. നല്ല മഴയാണ്. അതായത് ആക്സിഡന്റ് ഒക്കെ കഴിഞ്ഞ് വീട്ടിലിരിക്കുകയാണ്. ഈ ആക്സിഡന്റ് ഉണ്ടായി എന്ന് പറഞ്ഞല്ലോ, ഇപ്പം എങ്ങനെയാണ് റിക്കവർ ചെയ്തൊക്കെ വരുന്നത്? കഴിഞ്ഞ ഒരു മാസമായിട്ട് വീട്ടിൽ തന്നെ റെസ്റ്റ് ആയിരുന്നു. ഇപ്പൊ എങ്ങോട്ടും പോകാനൊന്നും പറ്റിയില്ല. വീട്ടിൽ തന്നെയാണ് ഇപ്പം കഴിഞ്ഞ ഒരു മാസമായിട്ട്. അപ്പൊ നമ്മളൊരു യാത്ര തുടങ്ങി വെച്ചിട്ടുണ്ട്. അതായത് ഇന്ത്യയിൽ നിന്നും വാഹനം ഓടിച്ച് അമേരിക്ക വരെ. അതായത് നമ്മുടെ ഒരു വാഹനം ഞങ്ങൾ ഈ വീട്ടിൽ നിന്ന് തന്നെ വാഹനം ഓടിച്ച് ഇന്ത്യ, നേപ്പാൾ, ചൈന, കസാക്കിസ്ഥാൻ വഴി അങ്ങനെ അമേരിക്കയിൽ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനൊരു വിസയുടെ പ്രശ്നങ്ങൾ കാരണം ഞങ്ങൾ നാട്ടിൽ തിരിച്ചു വന്നതാണ്. അപ്പം പിന്നീട് കറക്റ്റ് സമയത്ത് ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല, വീട്ടിൽ തന്നെ ആയിപ്പോയി. അപ്പൊ ഈ മാസം 18, 19 ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ വാഹനത്തിൽ ഞങ്ങൾ അമേരിക്കയ്ക്ക് വാഹനം ഓടിച്ച് ചെല്ലണമെന്നുള്ള ഒരു സ്വപ്നത്തിൽ ഞങ്ങൾ നിൽക്കുകയാണ്. ഏകദേശം 62 രാജ്യത്തോളം 60-62 കൂടും. രണ്ടുപേരുടെ ചിരി കാണുമ്പോ എന്തൊക്കെയോ കള്ളത്തരങ്ങൾ കയ്യിലുണ്ട്. ഒരിക്കലും അല്ല, ഈ പറഞ്ഞല്ലോ പ്രശ്നങ്ങൾ നടക്കാന്ന്, എന്ത് പറ്റി? എങ്ങനെ പോവാൻ പറ്റാണ്ടൊക്കെയായി എന്ന് പറഞ്ഞു? ആക്സിഡന്റ് ആണ് മെയിൻ. ചെറുതായിട്ടൊരു കമ്പി വന്നു. കമ്പിയാ എന്റെ കൈ നിറച്ച് ഇപ്പൊ കമ്പിയാണ്. ഈ ഒരു കൈയുടെ ഈ ഒരു ഭാഗം മൊത്തം കമ്പി ഇട്ടത് ആക്സിഡന്റ് പറ്റിയതിനു ശേഷം. അപ്പൊ അത് റെഡിയായി പോകാൻ പറ്റില്ല. നമ്മൾ പോകുന്നത് ഈ തണുപ്പൊക്കെ ഉള്ള സ്ഥലത്ത്. അപ്പൊ ഈ കമ്പിയൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ തണുപ്പുള്ള സ്ഥലങ്ങളിൽ ചില എന്താ വ്യത്യാസം പെയിൻ കൂടും. അപ്പൊ ഒന്ന്
ഇതായി കഴിഞ്ഞ ശേഷം പോവുകയാണെങ്കിൽ അത്ര റിസ്ക് ഇല്ല. നമ്മള് പോകുന്നുള്ളതെന്ന് വെച്ചാൽ റഷ്യ, സൈബീരിയ ഭാഗത്തോട്ടൊക്കെയാണ് നമ്മൾ പോകുന്നത്. അപ്പൊ അവിടെ നല്ല തണുപ്പുള്ള സ്ഥലം, അവിടെ എത്തുന്ന ചെറിയ വിഷവേദനകൾ അതാണ്. എനിക്ക് തോന്നുന്നു നിങ്ങള് ആക്സിഡന്റ് ആയ ശേഷം ജോസ്വിൻ സാറാണ് തോന്നുന്നുണ്ടല്ലേ നിങ്ങളെ ടേക്ക് കെയർ ചെയ്തോണ്ടിരുന്നത്. ഞങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ചുറ്റും അത് കുറെ ആൾക്കാരുണ്ട്. ഒരുപാട് ആൾക്കാർ. അപ്പൊ നമുക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ആരോഗ്യമായിട്ട് നമുക്ക് ഓടി വരും. എനിക്ക് തോന്നുന്നു ഈ ഒരു ആക്സിഡന്റ് എന്താ അല്ല ഒന്നുമില്ല. ഈ ഒരു ആക്സിഡന്റിന് ശേഷം ഒരുപാട് ആൾക്കാർ തിരക്കിന്ന് പറഞ്ഞല്ലോ, വീട്ടിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇഷ്ടംപോലെ ആൾക്കാർ. എന്തായിരുന്നു അവരുടെ പ്രതികരണം? എന്തായിരുന്നു അവർക്ക് എന്ന് വെച്ചാൽ പെട്ടെന്ന് വീട്ടിലുള്ള ആൾക്ക് ഒരു അപകടം പറ്റിയതിന്റെ ഒരു ഇത്. ഞങ്ങളെ സംബന്ധിച്ച് നമ്മള് ഇപ്പം നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എപ്പോഴും നമ്മളോട് ഭയങ്കര താല്പര്യമാണ്. എന്ത് കാര്യത്തിലും നമ്മളിപ്പോ ലോകത്ത് ഏത് രാജ്യത്ത് ഇരുന്നാലും ഞങ്ങളെ സഹായിക്കാനൊക്കെ ആയിട്ട് ആരെങ്കിലും ഒക്കെ ആയിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടില്ല. ഇപ്പൊ ഈ ഞങ്ങൾക്ക് അറിവിന്റെ ചെറിയ ഇതുണ്ട്, അതായത് കാര്യങ്ങള് പിന്നെ കൈകാര്യം ചെയ്യാനുള്ള ചെറിയൊരു എന്താ പറയാ, ഇപ്പം വായിക്കാനും അതുപോലുള്ള സംഭവങ്ങൾ അറിയത്തില്ല. അപ്പം ഞങ്ങളുടെ ഈ യാത്ര തന്നെ ഞങ്ങളുടെ അമേരിക്കയിലുള്ള ഒരു ലിജിൻ ചേട്ടൻ എന്ന് പറഞ്ഞ ചേട്ടനാണ് കോർഡിനേറ്റ് ചെയ്ത്, പുള്ളിയാണ് എല്ലാ കാര്യങ്ങളും ചെയ്ത് ഞങ്ങളെ എല്ലാ രാജ്യത്തേക്കും വിടുന്നത്. അപ്പൊ അതേപോലെ തന്നെ ഇഷ്ടംപോലെ ആൾക്കാർ ഞങ്ങളെ സഹായിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ഇതുള്ളതുകൊണ്ട്, നമുക്കൊരു ബെൽറ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് ഇന്ന സ്ഥലത്ത് പോകുന്നത് പ്രത്യേകിച്ച് ബുദ്ധിമുട്ട്. സ്റ്റക്കായി കഴിഞ്ഞിട്ട് നമുക്ക് എറണാകുളത്താണ് നജീബിക്കുണ്ട്. അതുപോലെ ഇഷ്ടംപോലെ ആൾക്കാർ ഇപ്പൊ വാഹനം, ഇപ്പൊ ഇവിടുന്ന് ഈ ഒരു വാഹനം നമ്മൾ വിദേശ രാജ്യത്ത് കൊണ്ടുവന്നിട്ട് ആരെയൊക്കെ ആയിട്ട് നമ്മളെ എന്താ പറയാ, ഇപ്പൊ നാട്ടിൽ നിന്ന് വരാൻ ആൾക്കാരുണ്ട്. അതായത് ഇപ്പം നമ്മുടെ വണ്ടി ഇപ്പൊ എന്തെങ്കിലും പറ്റി, ഇപ്പൊ എറണാകുളത്ത് നിന്ന് പ്രിൻസ് ആയാലോ അല്ലെങ്കിൽ നജീബായാലോ, അങ്ങനെ പല ആൾക്കാരും നമ്മളെ വന്ന് ആ പെട്ട സ്ഥലത്ത് നിന്ന് കൊണ്ടുപോകാനുള്ള ആൾക്കാരുണ്ട്. ഒരുപാട് ആൾക്കാരുണ്ട് ചുറ്റും അല്ലേ? എനിക്ക് തോന്നുന്നു ഈ ആക്സിഡന്റിന് ശേഷം ഒരുപാട് ആൾക്കാർ കമന്റ് വഴിയും ഒക്കെ അല്ലേ സ്നേഹത്തോടെ തെറി പറയുന്നതായിരിക്കും, സ്നേഹമുള്ളതുകൊണ്ടല്ലേ. ഇപ്പൊ ഈ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എല്ലാവരും ഇഷ്ടപ്പെടുന്നില്ല. ഇപ്പൊ ചേച്ചീനെ കണ്ണെടുത്ത കണ്ടുകൊടുത്ത ആൾക്കാരുണ്ടാവും അല്ലേ? ഇപ്പൊ ഞങ്ങൾ ഇഷ്ടമുള്ളവരുണ്ടാവും, ഇഷ്ടമില്ലാത്തവരുണ്ടാവും. ഇപ്പം എന്താ പറയാ, ഇപ്പൊ ഓരോ രീതിക്ക് ഓരോ വ്യത്യാസം. അപ്പൊ ആ രീതിയിലുള്ള ആൾക്കാരുണ്ട്, സ്നേഹിക്കുന്നവരുണ്ട്, എതിർക്കുന്നവരുണ്ട്. അപ്പൊ എതിർക്കുന്നവരോട് നമ്മൾ പ്രത്യേകിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല, അവർ ആ രീതി ചിന്തിക്കുന്നു. അതാണ്, അത് പ്ലസ് മൈനസ് ഉണ്ടെങ്കിലല്ലേ ബൾബ് കത്തുള്ളൂ എന്ന് പറഞ്ഞ പോലെയാണ് അതിന്റെ ഒരു രീതി. അല്ല, സ്നേഹം കൊണ്ടും ശകാരിക്കാലോ. സ്നേഹം കൊണ്ട് ശകാരിച്ച ആരെങ്കിലും ഉണ്ടോ? വഴക്ക് പറഞ്ഞ ആരെങ്കിലും? ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ അങ്ങനെ നാട്ടില് പൊതുവെ ഉണ്ടാകാറില്ല. പിന്നെ വീട്ടിൽ വന്നാൽ വീട്ടിൽ തന്നെ, ഇങ്ങനെ പുറത്തൊന്നും അങ്ങനെ ഇറങ്ങാറില്ല. പിന്നെ ഞങ്ങളെ കാണാനായിട്ട് ഞങ്ങളെ സ്നേഹിക്കുന്ന ആൾക്കാർ വീടുകളിലും പിന്നെ അതുപോലെ തന്നെ പോകുന്ന വഴികളിലൊക്കെ ഇഷ്ടംപോലെ കാണാൻ അവർക്ക് നല്ല രീതിയിലായിരിക്കും നമ്മളോട് സംസാരിക്കുക. കാരണം നമ്മുടെ പരിമിതികൾ അവർക്കറിയാം. പാരന്റ്സ് ഒക്കെ എങ്ങനെയായിരുന്നു ആദ്യ യാത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ? ഒന്നാമത്തെ കാര്യം, ഞങ്ങൾ ഈ യാത്ര ചെയ്യുന്ന സമയത്ത് ഈ വാൻ ലൈഫ് എന്ന് പറഞ്ഞ സംവിധാനം നമ്മുടെ നാട്ടിൽ അത്ര പരിചിതമല്ലായിരുന്നു. അതായത് ഇങ്ങനൊരു സംഭവം ഇല്ല. അപ്പം ഈ ഒരു സംഭവം നമ്മൾ തുടങ്ങിയപ്പോൾ ഇത് വിജയിക്കുമെന്നോ അല്ലെങ്കിൽ ഇത് എങ്ങനെയാവുന്നു ഇതിനെക്കുറിച്ചൊന്നും വീട്ടുകാർക്ക് ആർക്കും ഒന്നും വലിയ ഗ്രാഹ്യ സംഭവമൊന്നും ഇല്ല. അത് ഞങ്ങളോട് പണിക്കോ ജോലിക്കോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു സംഭവം നമ്മൾ അതിനെ ഫോക്കസ് ചെയ്ത് അത് തന്നെ ചെയ്തുകൊണ്ടിരുന്ന് ഞങ്ങൾ ആ ഒരു സംഭവം സക്സസ് ആക്കി. ഇപ്പൊ ഇതിന്റെ ഒരു വിഷയം എന്ന് വെച്ചപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, ഈ ഒരു ക്യാരവാൻ അല്ലെങ്കിൽ ഈ വാൻ ലൈഫ് എന്ന് പറഞ്ഞ സംഭവം ഇപ്പൊ അത്ര എന്താ പറയാ, അന്ന് ഞങ്ങളൊക്കെ തുടങ്ങിയ സമയത്ത് ഭയങ്കര ബൂസ്റ്റിങ്ങും ഈ കഴിഞ്ഞ കാലം വരെ ഭയങ്കര സംഭവമായിരുന്നു. ഇതിന്റെ ഒരു മെയിൻ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഭയങ്കര ചെലവുകളാണ്. ഇപ്പൊ വിദേശ രാജ്യങ്ങളിൽ ഇപ്പൊ സായിപ്പന്മാരായിക്കോട്ടെ അമേരിക്കക്കാരായിക്കോട്ടെ, ഇവർ ഈ ഒരു യാത്ര ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാല് ഇപ്പൊ അവിടെ ഹോട്ടലിന് പൈസ കൂടുതലാണ്. പക്ഷെ അതേ സമയത്ത് വാഹനങ്ങളിൽ ജീവിക്കുക അല്ലെങ്കിൽ വീടെടുത്ത് ജീവിക്കുക ഇതിനൊക്കെ പൈസ കുറവാണ്. പക്ഷെ വാഹനങ്ങളിൽ ജീവിക്കുന്ന പൈസ കുറവാണ്. പിന്നെ ഇന്ത്യനെ അപേക്ഷിച്ച് ഈ വണ്ടികൾക്ക് ടാക്സ് കൂടുതലാണ്. അതുകൊണ്ടാണ് ഈ വണ്ടികൾ ഇപ്പൊ കുറയുന്നത്. ഇന്ന് നമുക്ക് കഴിഞ്ഞ 3 വർഷമായിട്ട് ഇപ്പം ഭയങ്കരമായിട്ട് വണ്ടികൾ ഇറങ്ങുന്നുണ്ടായിരുന്നു ഈ ക്യാരംബാൻ ടൂറിസത്തിന് വേണ്ടി, ഇങ്ങനത്തെ ഇതിനു വേണ്ടി. പക്ഷെ വണ്ടികളെല്ലാം വിറ്റു പോവുകയാണ്. അതെന്നെ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം, നമ്മള് ടാക്സിന്റെ മേളിൽ ലക്ഷറി ടാക്സ് അടയ്ക്കണം. ഇപ്പൊ എന്റെ ഒരു വണ്ടി ഇവിടെ ഫ്രണ്ടിൽ കിടപ്പുണ്ട്, അതിപ്പോ ഓടുന്നില്ല. ഇപ്പൊ ഒരു 6-7-8 മാസം ഓടാതെ എല്ലാ 3 മാസം കൂടുമ്പോൾ അതിന് ടാക്സ് അടയ്ക്കണം. 30-something അടുത്തെങ്ങാനും വരും. പിന്നെ അതുകൂടാതെ നമ്മളിപ്പോ അവിടെ കിടക്കുന്ന വണ്ടിക്ക് ഇവിടെ ഈ രാജ്യത്തില്ലെങ്കിലും നമ്മൾ ടാക്സ് അടച്ചുകൊണ്ടിരിക്കണം. പിന്നെ അതേപോലെ തന്നെ ഇവിടെ 200 രൂപ 300 500 1500 രൂപ കൊടുത്തതിന് നല്ല ഹോട്ടലുകൾ സംവിധാനങ്ങൾ കിട്ടാറുണ്ട്. അതേ സമയത്ത് നമ്മളൊരു ക്യാരവാൻ റെന്റ് എടുക്കുന്ന ഒരു ദിവസം 45,000 രൂപ 25,000 രൂപ കൊടുക്കേണ്ടത്. അതുകൊണ്ടൊക്കെയാണ് ഈ സംഭവം വിജയിക്കാതെ പോയത്. അത് മാത്രല്ല, ലിബിൻ ചേട്ടൻ ഡ്രൈവ് ചെയ്യുമ്പോ ചേട്ടൻ സമ്മതിക്കില്ല എന്നൊക്കെയുള്ള നമ്മളൊരു വണ്ടി എടുത്ത് നമ്മൾ ലോങ് യാത്രയ്ക്ക് പോകുമ്പോൾ ഒരാൾ തന്നെ വണ്ടി ഓടിക്കാനാണ് ഏറ്റവും നല്ലത്. ആ വണ്ടിയുടെ എഞ്ചിൻ ലൈഫ് ആയിക്കോട്ടെ, എല്ലാത്തിനും ഒരാൾ തന്നെ വണ്ടി ഓടിക്കാനാണ് ഏറ്റവും നല്ലത്. നമ്മളിപ്പോ ഞങ്ങളെ സംബന്ധിച്ച് കഴിഞ്ഞാല് നമ്മൾ ഒരു ദിവസം ചില ദിവസങ്ങൾ 1500 പിന്നെ 1800 ചില ദിവസങ്ങളിൽ 50-100 അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ രീതി. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ച് നമ്മള് തുടങ്ങിയ കാലങ്ങളിൽ ഇതുവരെ ഒരു ഫോളോ ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അതായത് ഇന്നതെന്ന് പറഞ്ഞു. അപ്പം പെട്ടെന്ന് ഒരാളിപ്പം ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാല്
എന്താ പറയാ, അപ്പൊ ആ ഒരു ഇതിൽ നിന്ന് വ്യത്യാസം വരും. പിന്നെ അത് മാത്രമല്ല, ആൾക്ക് വണ്ടി ഓടിക്കാനൊക്കെ അറിയാം, പക്ഷെ ലൈസൻസ് ഇല്ല. ലൈസൻസ് എടുക്കണം, ലൈസൻസ് എടുക്കണം. അതിനുവേണ്ടി നിൽക്കുകയാണ്. കാരണം ഇനിയിപ്പോ അങ്ങോട്ടൊക്കെ പോകുന്ന നേരത്ത് എന്താ പറയാ, രണ്ടുപേരും വാഹനം ഓടിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നന്നായിരിക്കും. കയ്യിൽ കമ്പിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ, പിന്നെ എത്ര നാള് എടുക്കും? രണ്ടല്ലേ? ഒരു കൊല്ലം എടുത്ത് വേണം കമ്പി എടുക്കണേല്. അത് പാടാണ്. കാരണം വെച്ചാൽ ഈ തണുപ്പുള്ള രാജ്യങ്ങളിൽ ചെല്ലുന്നത് ഇതിന്റെ അകത്ത് ഇപ്പൊ നമ്മുടെ ഈ തണുപ്പ് സമയത്ത് കഥകളൊക്കെ ഇങ്ങനെ ടൈറ്റ് ആവില്ല, അടയാതൊക്കെ, അതേപോലെയുള്ള വിഷയങ്ങളുണ്ടാവും. അപ്പൊ അതുകൊണ്ടൊക്കെയാണ് ലേറ്റ് ആയി നിൽക്കുന്നത്. ഈ ഉയർന്നു വരുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു അടി പോലെയൊക്കെ വന്നപ്പോഴത്തേക്ക് എന്താ പറ്റിയ? അങ്ങനെ അത് പറഞ്ഞപ്പോഴത്തേക്ക് അടിയോ മകളിൽ നോക്കുന്നുണ്ട്. നമ്മളെ സമയത്ത് നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നില്ല. അതിപ്പോ നമുക്ക് കിട്ടി, അതുകൊണ്ട് നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നുള്ളൂ. ഇപ്പൊ അത് മാത്രമല്ല, ഞങ്ങൾക്ക് തമിഴ്നാട്ടിൽ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ പെട്ടുപോലും. ഇപ്പൊ കേരളത്തിൽ നിന്നായതുകൊണ്ട് നമുക്ക് അത്ര വലിയ ബാധിച്ചില്ല. ആ സമയത്ത് തന്നെ ഞങ്ങളെ ഈ അപകടം ഉണ്ടായ സമയത്ത് തന്നെ ഞങ്ങൾ അവിടുത്തെ നാട്ടുകാർ, അതായത് ഇഷ്ടംപോലെ ആൾക്കാർ ഞങ്ങളെ സഹായിക്കാണ്ട്. അതൊക്കെ ഒരു വലിയ അനുഗ്രഹമായിരുന്നു. ഈ സഹായിക്കാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ, അതേപോലെ ഒരു മറ്റൊരു കാര്യമാണ് പഠിച്ച സ്കൂളിൽ അതിഥിയായിട്ട് പോകാൻ പറ്റും അല്ലേ? അതിനെ കുറിച്ച് എന്താ ചേട്ടാ? ഞാനല്ല, ഇവനാണ് പഠിച്ച സ്കൂളിൽ അതിഥിയായിട്ട് പോയത്. ഇവനെ അവിടുന്ന് പിന്നെ എന്താ പറയാ, 11ാം ക്ലാസ് ആയപ്പോ പ്ലസ് വണ്ണിൽ പുറത്താക്കി. അപ്പം ആ സ്കൂളിൽ ഞങ്ങളെ സ്നേഹിക്കുന്ന തന്നെ പഠിപ്പിച്ചൊരു മാഷാണ് ഇപ്പൊ അവിടുത്തെ ഒരു മാഷ. അപ്പൊ അങ്ങനെ ഞങ്ങൾ സ്ഥിരം ഓരോ കാര്യങ്ങൾക്ക് പ്രസാദ് സാറ് വിളിക്കും. ഞങ്ങൾ പരമാവധി പോകാതെ ഇരിക്കലാണ് പരമാവധി ചെയ്യാറ്. പക്ഷെ പുള്ളി ഇതേപോലെ തന്നെ നിർബന്ധിച്ച് അങ്ങനെ വിളിച്ച് അങ്ങനെ ഞങ്ങൾ ചെന്നാണ്. വളരെ സന്തോഷമുണ്ട് അങ്ങനെ സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ. എങ്കിലും അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ നാട്ടുകാരൊക്കെ വളരെ എതിരായിരുന്നു. കാരണം വെച്ചാൽ അവന്മാരെന്തിനെ വിളിച്ച് ഈ ഒരു പരിപാടിക്ക് കൊണ്ടുപോകുന്നതൊക്കെ. കാരണം ഞാൻ പറഞ്ഞല്ലോ, സമൂഹത്തിൽ ഇപ്പം നമ്മളെ നല്ല രീതിയിൽ കാണുന്നവരുണ്ട്, മോശമായി കാണുന്നവരുണ്ട്. അതിപ്പോ അങ്ങനെയാണ്. അതിപ്പോ നമ്മുടെ വാഹനം പിടിച്ച സമയത്ത് എന്താണെന്നുള്ളത് ആൾക്കാർക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അതായത് എന്താണ് അന്ന് സംഭവിച്ചെന്നുള്ളത്. അതായത് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ വണ്ടിയിലെ സ്റ്റിക്കർ അടിച്ചതിന്റെ ലൈറ്റ് അടിച്ചതിന്റെ ഒക്കെ ഞങ്ങൾ അന്ന് പറഞ്ഞാണ് ഞങ്ങൾ അതിന്റെ എന്നാന്ന് വെച്ചാൽ സാറ് ചെയ്യുന്നത്. പക്ഷെ ഞങ്ങളുടെ വണ്ടി ക്യാരവാനായിരുന്നു, ക്യാമ്പർ വാൻ. അപ്പൊ ആ സമയത്ത് പുള്ളി ഞങ്ങളോട് പറഞ്ഞു, അതായത് ഈ വണ്ടിയുടെ ഇതിൻ്റെ അകത്തുള്ള ബെഡും ബാത്റൂമും ഒക്കെ പൊളിച്ചു മാറ്റി 9 സീറ്റ് വെച്ചുകൊണ്ട് വരണം, അങ്ങനെ നീ കാണിച്ചാലേ നിനക്ക് ഇത് റെഡിയാക്കി തരുള്ളൂ. അപ്പൊ അത് അങ്ങനെയല്ല സാറേ, ഇങ്ങനെയാണ് ഇത് ക്യാരവാൻ. അങ്ങനെ പറഞ്ഞു വികാരപരമായിട്ടുള്ള സംഭവങ്ങൾ സംഭവിച്ചാണ് അതിന്റെ ഒരു ധാരണ. അല്ലാതെ നമ്മൾ ടാക്സ് അടയ്ക്കാതെ വണ്ടി ഇട്ടതോ, ആ വണ്ടിയൊക്കെ ടാക്സ് ഉണ്ടായിരുന്നു, അങ്ങനെയുള്ള സംഭവങ്ങളോ കാര്യങ്ങളൊന്നും അല്ലായിരുന്നു. അപ്പം അതായത് അതെ, ആ വണ്ടിയുടെ ബോണറ്റ് വന്നപ്പോ ടാക്സ് എഴുതിയിട്ടൊക്കെ. അതായത് ജനങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം മീഡിയനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവര് ആ ഒരു ഇപ്പൊ ഞങ്ങളുടെ തന്നെ ഒരു ആക്സിഡന്റ് ഉണ്ടായ സമയത്ത് ഞങ്ങള് ഒരാഴ്ച മുമ്പ് ഇട്ട വീഡിയോ, അതായത് ഞങ്ങളും ഉറങ്ങിയില്ലാതെ എന്നും പറഞ്ഞൊരു ആ ഒരു രീതിയിൽ ഇപ്പൊ ആ ഒരു പിന്നെ ഇവരൊരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തു. അതായത് ഈ മീഡിയ അങ്ങനെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് ചാനൽ എന്നാ ചെയ്തെന്ന് വെച്ചിട്ടുണ്ട്. ഞങ്ങളുടെ മുന്നത്തെ വീഡിയോ, അതായത് 4 ദിവസം മുന്നേ ആക്സിഡന്റ് ഉണ്ടാകുന്നതിന് 4 ദിവസത്തെ മുന്നത്തെ വീഡിയോ എടുത്തിട്ട് അത് കട്ട് ചെയ്തിട്ട് പറഞ്ഞു ആ വീഡിയോ ഡിലീറ്റ് ചെയ്തു. അതായത് അത് സിമ്പിൾ ആയിട്ട് ഒരാൾക്ക് യൂട്യൂബ് കയറി നോക്കിയാൽ അറിയാം അത് ഡിലീറ്റ് ചെയ്തോ ഇല്ലയോ എന്നുള്ളത്. അതായത് ഇതിന്റെ ഒരു മെയിൻ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം വളർന്നു വരുന്ന യൂട്യൂബേഴ്സ്, അതായത് മറ്റ് ചാനലുകൾക്കും അതുപോലെ തന്നെ അവരുടെ പ്രോഗ്രാംസിനും ഇതിനൊക്കെ ഒരു വെല്ലുവിളിയാണ്. കാരണം ഇപ്പോൾ 9 മണി എന്ന് പറഞ്ഞ സമയം ഞങ്ങൾ കൊണ്ടുപോയി, ഇപ്പോൾ 12 മണി എന്ന് പറഞ്ഞ സമയം വേറെ ആളുണ്ട്, പിന്നെ 7 മണി എന്ന് പറഞ്ഞ വേറെ. അപ്പൊ അതിനൊക്കെ ഇവരുടെ വലിയ ഇൻവെസ്റ്റ് ചെയ്ത പരിപാടികൾ വരുമ്പോൾ അത് കാണാനല്ല എല്ലാവരും ഈ ഓൺലൈനിലേക്ക് വന്ന ഈ ഒരു നാച്ചുറൽ ആയ പരിപാടി കാണാൻ ആൾക്കാർ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഒന്നും ഈ പരസ്യങ്ങളൊക്കെ ആർക്ക് യൂട്യൂബേഴ്സിന് സ്പ്ലിറ്റ് ആയിപ്പോയി, അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ ഇത് ചെയ്യുന്നവർക്ക് സ്പ്ലിറ്റ് ആയിപ്പോയി. അങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ ഇവർക്ക് സാമ്പത്തികമായ ഒരു ഇത് വന്നു കഴിഞ്ഞപ്പോൾ അവരൊരു എന്താ പറയാ, ഒരു മൊത്തത്തിൽ ഇപ്പൊ ഒരു ചെറിയൊരു വിഷയം എവിടെയെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ അതിനൊരു യൂട്യൂബർ, ഇപ്പൊ യൂട്യൂബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കും ഇപ്പം ഒരു 10 മിനിറ്റ് വേണ്ട, ഒരു സാധനം ഉണ്ടാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതായത് യൂട്യൂബില് നമുക്ക് എന്ത് വേണമെങ്കിലും വിളിച്ചു പറയാം. എല്ലാം വിളിച്ചു പറയാൻ പറ്റൂല, അതായത് അവർ കറക്റ്റ് മോണിറ്റർ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഇത് എടുത്തു കളയും. അപ്പൊ അങ്ങനെ പറയാം. അപ്പൊ അവരെ അങ്ങനെയുള്ള ആൾക്കാരെ യൂട്യൂബർ എന്ന ഒരു രീതിയിൽ കൊണ്ടുവന്നിട്ട് അതിനെ പിന്നെ എന്താ പറയാ സമൂഹത്തിന് മുന്നിൽ ഇങ്ങനെ ഒരു മോശക്കാരൻ. ഇപ്പൊ സത്യം പറഞ്ഞാൽ പണ്ട് നമ്മൾ യൂട്യൂബർ എന്ന് പറയാൻ നേരത്ത് ഭയങ്കര ഒരു ഇതായിരുന്നു നാട്ടിലൊക്കെ എല്ലായിടത്തും. ഇപ്പൊ യൂട്യൂബ് എന്ന് പറഞ്ഞാൽ പട്ടിയുടെ വിലയാണ്. കാരണം അങ്ങനെ പറയത്തുള്ളൂ, കാരണം നമ്മളൊരു വള്ളി എന്നുള്ള ഒരു രീതിയിൽ ആക്കി കളഞ്ഞു. അപ്പൊ ഇന്ന് പറഞ്ഞ പോലെ ഈ ഒരു ഇപ്പൊ ഞാൻ പറഞ്ഞു, അതായത് ഈ യൂട്യൂബിൽ വീഡിയോ കാണുന്ന എല്ലാവരും അല്ലെങ്കിൽ ടി-വിയില് പിന്നെ ഈ TV കാണുന്ന എല്ലാവരും യൂട്യൂബിൽ ഇത് കാണുന്നില്ല. അപ്പം നമ്മളെ കുറിച്ച് ചിലപ്പോൾ അറിയണമെന്നൊന്നും ഉണ്ടാവില്ല. ഈ പിന്നെ വീട്ടിൽ അല്ലെങ്കിൽ സാധാരണക്കാരായ ആൾക്കാർക്കൊന്നും നമ്മളെ കുറിച്ച് അറിയണമെന്നില്ല. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് എന്നെ സംബന്ധിച്ചാൽ യൂട്യൂബിൽ കാണുന്ന ആൾക്കാർക്ക് നമ്മളെ അറിയാം, നമ്മൾ എന്താണ് എന്താ ചെയ്തെന്നുള്ളത്. ഇനി TV കാണുന്നത് നമ്മൾ ആരായിരുന്നറിയില്ല. ഇപ്പൊ എപ്പോഴും ഈ ന്യൂസിൽ എന്ത് വന്നു അതേപോലെ തന്നെയായിരിക്കും സമൂഹത്തിൽ നമ്മൾ പ്രൊജക്ട് ചെയ്ത് നിൽക്കുക. എല്ലാ സമയങ്ങളും അങ്ങനെയായിരിക്കും. അപ്പൊ അതാണ് ഏറ്റവും വലിയ വിഷയം. അപ്പം ഇങ്ങനെയുള്ള കുറെ സംഭവങ്ങൾ
സമൂഹത്തിലുള്ളത് കൊണ്ട് നമ്മൾ ഇനി എത്ര എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ ഒരു സമൂഹം നമ്മൾ എപ്പോഴും നെഗറ്റീവായിട്ട്, അതായത് അവർക്ക് കണ്ടന്റ് ഇല്ലാത്ത സമയത്ത് ഇതിന് യൂട്യൂബിന്റെ നെഞ്ചത്തോട്ട് വരും. അതായത് ഈ മീഡിയക്കാരനെ നമ്മളെ വിളിക്കും. അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും വന്നിട്ട് ഞങ്ങളുടെ ചാനലിൽ കയറി പറയാൻ പറ്റുമോ? ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അന്ന് അവിടെ കൊണ്ട് നെഗറ്റീവ് ന്യൂസ് ഇടും. അതങ്ങനെയാണ്. അതിപ്പോ നമ്മൾ പ്രത്യേകിച്ച് അതിനെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ എന്നാ പറയാ, അവർക്ക് ഒരു കോമ്പറ്റീറ്റർ ആയിട്ട് കാണുന്നത് ഇപ്പം നമ്മളെ പോലെയുള്ള യൂട്യൂബേഴ്സ് ആണ്. കാരണം പ്രോഗ്രാം ബേസിൽ. പിന്നെ വേറെ സംഭവം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പം കണ്ടറിഞ്ഞാൽ അറിയാം, യൂട്യൂബില് മെയിൻ സ്ട്രീം ചാനലുകളുടെ പരിപാടിക്കൊന്നും വലിയ വ്യൂ സംഭവങ്ങളില്ല. പക്ഷെ ആ സമയത്ത് ഒരു യൂട്യൂബർ അതിന്റെ ഒരു ബ്ലോഗിന് അത്യാവശ്യം നല്ല വ്യൂ, അല്ലെങ്കിൽ അവരെങ്ങനെയാണ് ജനങ്ങൾക്ക് വേണ്ടി നിർമ്മിക്കുന്ന ആ രീതിക്ക് ഭയങ്കര ഒരു എന്താ പറയാ ഒരു ആസ്വാദകർ കൂടുതലുണ്ടാവും. അതൊക്കെ അവരൊരു രീതിയിൽ ഇപ്പൊ നമ്മളെ ഇങ്ങനെ എന്താ പറയാ ഏത് രീതിയിൽ ബ്ലോഗർമാരെ ഇല്ലാതാക്കുക അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും അടിച്ചമർത്തുക എന്നുള്ള രീതി. അതുകൊണ്ട് തന്നെ ഇപ്പൊ പണ്ടത്തെ പോലെ അല്ല. ഇപ്പൊ നമ്മള് എന്താ പറയാ ബ്ലോഗ് ചെയ്യാൻ തന്നെ എല്ലാവർക്കും ഇപ്പൊ പൊതുവെ യൂട്യൂബിൽ ബ്ലോഗ് വളരെ കുറവാണ്. എല്ലാ ബ്ലോഗർമാരും എടുത്തു നോക്കൂ. പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലോഗ് എന്ന് പറഞ്ഞാൽ ചറ ബ്ലോഗായിരുന്നു. എല്ലാവരും ട്രാവൽ ബ്ലോഗ്സ് എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ഇത് ചെറിയ കാര്യങ്ങളിൽ ഇവർ ഇതേപോലെ എല്ലാവരും വീടുകളിൽ നിന്ന് സമ്മർദ്ദവും മറ്റു സംഭവങ്ങളൊക്കെ ആയതുകൊണ്ട് ഇപ്പം ബ്ലോഗും പരമാവധി കുറവാണ്. ഇപ്പൊ നിങ്ങളൊരു യൂട്യൂബർ എന്നുള്ള രീതിയിലാണ് ഇപ്പൊ ഞങ്ങളിത് ഇന്റർവ്യൂവിന് വന്നിരിക്കുന്നത് തന്നെ. അപ്പൊ ആ ഒരു സമയത്ത് ഇപ്പൊ എന്താ പറയാ, നമ്മൾ പണ്ടത്തെ പോലെ അല്ല ഇന്ന് യൂട്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എല്ലാവർക്കും പൊതുവെ ഒരു പിന്നോട്ട് നിൽക്കുകയാണ് മൊത്തത്തിൽ ഇങ്ങനെ ഒരു സംഭവം. പിന്നെ ഒന്നാമത്തെ കാര്യം, നമ്മുടെ കമ്മ്യൂണിറ്റി തന്നെ ഒത്തൊരുമയില്ല. അതൊരു വലിയ കാര്യമാണ്. നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് ഒത്തൊരുമ എന്ന് പറഞ്ഞ സംഭവമില്ല. കാരണം അവനവന്റെ കാര്യം എന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ അതിൻ്റെതായ ഒരു വിഷയങ്ങളുണ്ട്. ഇനിയിപ്പോ ഒരു സംഘടന ഉണ്ടായി കഴിഞ്ഞാൽ എങ്ങനെ കുത്തിത്തിരിപ്പുണ്ടാക്കി നശിപ്പിച്ച് കളയാം എന്നുള്ളൊരു രീതിയാണ് എല്ലാവരുടെയും. പിന്നെ അത് മാത്രമല്ല, എല്ലാവർക്കും അവനവൻ ഒറ്റയ്ക്ക് വരട്ടെ എന്നുള്ളൊരു ചിന്താഗതി. അതുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. കിട്ടുന്നത് മേടിക്കുക, നിലനിൽക്കുന്നത് നിലനിൽക്കും, ഇല്ലാത്തതും പൊളിഞ്ഞു പോകും. അങ്ങനെയൊക്കെയാണ് ഇപ്പൊ. ശരിക്കും ഒരുപാട് പേര് ദ്രോഹിച്ചിട്ടുണ്ട്. അതിനെ കുറിച്ചൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല. അപ്പൊ ഇപ്പൊ സിനിമ മേഖലയായാലും നമ്മൾ സ്കൂളിൽ പഠിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പൊ നമ്മള് ഏത് മേഖലയാണെങ്കിലും ഇങ്ങനെ പിന്നീന്ന് കുത്തും ഇതൊക്കെ ഉണ്ടാവും. അതൊക്കെ നമ്മൾ പ്രതീക്ഷിക്കണം. അതിനെ പറയാം. നമ്മൾ അതിനെ കുറിച്ച് വേറെ അവരോട് പറയാൻ പോലെ വിഷയമുള്ളൂ. നമ്മൾ നമ്മുടേതായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു തുടക്കം മുതൽ ഇതുവരെ നിങ്ങള് സ്റ്റാർട്ട് ചെയ്തത് ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ചെറുതിൽ നിന്നും വലുതിലെത്തി എന്ന് പറയാം. ഇപ്പോഴും എല്ലാരും പറയാം അഹങ്കാരം ഇല്ലാത്തൊരു യൂട്യൂബേഴ്സ് എല്ലാ കാര്യങ്ങളും. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം കേരളത്തിലെ ഏറ്റവും വലിയ ഒരു ചാനലുണ്ട്, ഒരു യൂട്യൂബ് ചാനൽ. ഞാൻ അവരുടെ പേരൊന്നും എടുത്തു പറയുന്നില്ല. അവര് പിന്നെ വീഡിയോ തുടങ്ങിയ കാലം മുതൽ ഞങ്ങളെ നിരന്തരം വിളിക്കുമായിരുന്നു. എന്നിട്ട് എൻ്റെ വീട്ടിലെ വീഡിയോ ഒക്കെ വന്ന് എടുക്കും. ഞാൻ അത്യാവശ്യം അവർക്ക് റീച്ചിങ് കാര്യങ്ങളൊക്കെ കിട്ടും. അവർക്ക് ഭയങ്കര സന്തോഷം. അവരുടെ വീട്ടിലെ ഫാമിലി മൊത്തത്തോടെ എൻ്റെ പഴയ വീട്ടിൽ വരും, എന്നിട്ട് വീഡിയോ ഒക്കെ എടുക്കും. പിന്നെ ഒരു പ്രാവശ്യം ഇവര് വാൻ ലൈഫ്, ഞാൻ പറഞ്ഞില്ല, ഇങ്ങനെ കുറേ ആൾക്കാർ വാൻ ലൈഫ് ചെയ്തായിരുന്നു. അപ്പൊ ഇവര് ഈ വാൻ ലൈഫ് ചെയ്ത് ഒരു പിന്നെ കൊൽക്കത്ത എത്തിക്കഴിഞ്ഞ് ഇവർക്ക് പിന്നെ ഫ്രണ്ടിലേക്ക് പോകാൻ പറ്റാതെ ഇവർ റൂമൊക്കെ എടുത്ത് തരുന്ന സമയത്ത് ഞങ്ങളെ വിളിച്ചു. അങ്ങനെ സിലിഗുരി എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നൊക്കെ ഞങ്ങൾ അവരെ വീഡിയോ പരിചയപ്പെടുത്തി. അന്ന് ആ പുള്ളി എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, അതായത് പുള്ളിക്ക് ഇതേപോലെയുള്ള ചെറിയ ചെറിയ വീഡിയോസ് ഒക്കെ ചെയ്ത് ഇതിനോടൊക്കെ താല്പര്യം. അപ്പൊ അങ്ങനെ ഞങ്ങള് ഇപ്പൊ ഞാൻ പറഞ്ഞു, ആ പുള്ളിയാണ് ഇപ്പൊ കേരളത്തിലല്ല ഇന്ത്യയിലെ ഏറ്റവും വലിയ ചാനലാണ്. അപ്പം നമ്മുടെ ബ്ലോഗിൽ കൂടെ ഞങ്ങൾ പരിചയപ്പെടുത്തുക. അവർ അങ്ങനെ ഞങ്ങള് എന്താ പറയുക, അതേപോലെ സ്ഥാപനങ്ങളായാലും ഇപ്പൊ ഞങ്ങൾ കുറേ പേരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. കുറെ പേര് ഞങ്ങളുടെ കൂട്ടത്തിൽ പോയിട്ട് ഞങ്ങൾക്ക് തന്നെ പണി തന്നിട്ട് പോയിട്ടുണ്ട്. അതൊക്കെ ഇതിനകത്ത് സ്വാഭാവികമാണ്. അത് മാത്രമല്ല, നിങ്ങളുടെ സംസാരം കേൾക്കാൻ ഇഷ്ടമുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അല്ലേ? ഞങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഞങ്ങൾ പറയുമ്പോൾ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് വലിയ അറിവുകളില്ല. ഞങ്ങളുടെ ഒരു രീതി എന്ന് വെച്ചാൽ ഞങ്ങൾ ചെല്ലുന്ന സ്ഥലത്തെ കുറിച്ച് ഞങ്ങൾ സംസാരിക്കുക. അത് അത്ര അറിവുകൾ നിറഞ്ഞൊരു ഇപ്പൊ ഒരു ട്രാവൽ ബ്ലോഗ് അല്ല ഒരു യാത്രാ ബ്ലോഗ് അതല്ല ഞങ്ങൾ ചെയ്യുന്നത്. ഞങ്ങൾ വാൻ ലൈഫ് എന്ന് പറയും. ഞങ്ങൾ ചെയ്ത സമയത്ത് കുറെ അധികം ആളുകൾ ഉണ്ടായിരുന്നു. ഇപ്പം ഞങ്ങൾ മാത്രമേ ചുരുങ്ങി. കുറെ അധികം ആളുകൾ ഉണ്ടായിരുന്നപ്പോൾ നമുക്ക് ഭയങ്കര ഇതായിരുന്നു. കാരണം എന്താ പറയാ, അതിനനുസരിച്ച് നമുക്ക് ഇത് ചെയ്യാൻ പറ്റുമായിരുന്നു. ഇപ്പം നമ്മൾ മാത്രമേ ഉള്ളൂ. അപ്പം നമ്മുടെ ഒരു യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രത്യേകിച്ച് ഒരു സ്ഥലത്തെ കുറിച്ച് നമ്മൾ വിശദമായി പറയുമോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിവ് കൊടുക്കുകയല്ല. ഞങ്ങൾ കാണുന്ന കാര്യങ്ങൾ ഞങ്ങളുടേതായ തനതായ ശൈലിയിൽ ഞങ്ങളുടെ വാഹനമായിട്ട് എല്ലാ രാജ്യത്തും ഇപ്പം ഞങ്ങളുടെ കൂടുതൽ ആൾക്കാരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അതായത് നിങ്ങൾക്ക് ഇപ്പൊ അമേരിക്കയിലോ അല്ലെങ്കിൽ കാനഡയിലോ അല്ലെങ്കിൽ UK യിലൊക്കെ വന്നിട്ട് ഒരു വണ്ടി റെന്റിന് എടുത്തിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്താൽ പോരെന്ന് ആൾക്കാർ ഞങ്ങളോട് നേരിട്ട് കാണുമ്പോൾ ചോദിക്കും. അപ്പൊ അവരോട് നമ്മൾ കൂടുതൽ സംസാരിച്ചിട്ട് കാര്യമില്ല. കാരണം അവർക്ക് അതിന്റെ ത്രില്ല് എന്താണെന്നോ അല്ലെങ്കിൽ അതിന്റെ ഒരു സംഭവം എന്താണെന്നുള്ള അറിയാം. നമ്മുടെ ഒരു വാഹനം, ഒരു കേരള രജിസ്ട്രേഷൻ, ഒരു ഇന്ത്യൻ വാഹനം നമ്മൾ പുറം രാജ്യത്തോട്ട് ചെല്ലാൻ നേരത്ത് അവിടെ കിട്ടുന്ന ഒരു സ്വീകാര്യത, പിന്നെ അത് മാത്രമല്ല നമുക്കുള്ളൊരു വ്യക്തിപരമായ ഫീലിംഗ്, പിന്നെ അത് മാത്രമല്ല നമ്മുടെ സ്വന്തമാണ്. അതായത് നമ്മുടെ നാട്ടിൽ കൂടെ ഓടിച്ചാലും വിദേശ രാജ്യങ്ങളിൽ നമ്മൾ ഓടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ആത്മസംതൃപ്തി. പിന്നെ ഇത് കൂടാതെ നമ്മൾ കണ്ടൊരു സ്വപ്നമുണ്ട്. ആ ഒരു സ്വപ്നം യാഥാർത്ഥ്യമാക്കുക, അതൊക്കെയാണ് നമ്മുടെ ഒരു ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ.
ലിബിൻ ചേട്ടൻ ഞാൻ ഇനി എന്തോ പറയാതെ. അപ്പൊ ലിബിൻ ചേട്ടനോട് ചോദിക്കാം, യൂട്യൂബ് തുടങ്ങാൻ ആരെ തീരുമാനിട്ട നിങ്ങൾ രണ്ടുപേരിൽ? നമ്മുടെ കൂടെ തന്നെ ഇപ്പൊ ഒരു ചേച്ചി കണ്ടില്ലേ, താടി വെച്ചുള്ള ചേട്ടൻ. ചേട്ടനാണ് പ്രധാനപ്പെട്ട യൂട്യൂബ് തുടങ്ങി. നിങ്ങൾ ഇങ്ങനെ ഫോഴ്സ് ചെയ്തോണ്ടിരുന്നത് ഇതിനെ കുറിച്ച് എല്ലാ കാര്യങ്ങളൊക്കെ പറഞ്ഞു ചാനല് ഞങ്ങൾ തുടങ്ങി. പിന്നെ അതിനുശേഷം പുള്ളിയാണ് അതിന്റെ ഐഡിയയും കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തന്നെ. അപ്പൊ പിന്നെ അങ്ങ് സ്റ്റാർട്ട് ചെയ്തു അല്ലേ? ശരിക്കും ആദ്യം താങ്ക്സ് പറയേണ്ട ആ ചേട്ടനോടായിരിക്കും. നമ്മളെ സംബന്ധിച്ച കുറെ അധികം ആൾക്കാർ നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അല്ല, ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്ത ഒരാളെ പേര് പറയാം. ഏറ്റവും കൂടുതൽ നമ്മൾ പറഞ്ഞല്ലോ, ഇപ്പൊ പേരെടുത്ത് പറഞ്ഞു തരാൻ പറ്റൂല. അതായത് ഞങ്ങളിപ്പോ ഓർമ്മയില്ലാതെ സാമ്പത്തികമായിട്ടും അതുപോലെ തന്നെ പല തുടക്ക സമയങ്ങളിൽ ഞങ്ങളെ സഹായിച്ച കുറെ അധികം ആൾക്കാരുണ്ട്. അവരൊക്കെ എന്താ പറയാ, അവരൊക്കെ അന്ന് സമ്പാദിച്ച ഒരു ചെറിയ പങ്കൊക്കെ തന്നാണ് ഞങ്ങള് രക്ഷപ്പെട്ടത്. അങ്ങനെ കുറെ അധികം ആൾക്കാർ ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട് ഇതിന്റെ അകത്ത്. ഇനി നമുക്ക് എബി ചേട്ടന്റെ മാരേജിലേക്ക് വന്നു കഴിഞ്ഞാൽ, അല്ല എബി ചേട്ടന്റെ കല്യാണത്തിലേക്ക് വരാം എന്നാണ് ഞാൻ പറഞ്ഞത്. കല്യാണ കാര്യങ്ങളിലേക്ക് വരാം. കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ എത്ര വർഷമായിട്ടുണ്ട്? 3 വർഷം എടുത്താകാറായി. വർഷമായിട്ടുണ്ടായിരുന്നു. ലവ് മാരേജ് ആണോ? ലവ് മാരേജ് ആണ്. സ്റ്റോറി എന്ത് സ്റ്റോറി? ഇല്ല സ്റ്റോറി പറയണ്ടേ? ഇല്ല പറഞ്ഞോ. ഇല്ല സ്റ്റോറി പറഞ്ഞോളൂ. സ്റ്റോറി അങ്ങനെ അതിനെ കുറിച്ച് നമ്മൾ ഒരു ചെറുതാക്കി പറഞ്ഞാൽ എന്തായിരിക്കും? അല്ല, കല്യാണം കഴിക്കുന്ന സമയത്ത് കല്യാണം കഴിച്ചു ഒരാളെ. ഇതുപോലെ തന്നെ അവരിത് നമ്മൾ വീഡിയോ സിക്കിമിൽ വീഡിയോ ചെയ്യുന്ന സമയത്തായിരുന്നു. ഇതുപോലെ വീഡിയോ കോളി വന്നു. അപ്പൊ കണ്ടു, ഇഷ്ടപ്പെട്ടു, ഇഷ്ടമാണെന്ന് പറഞ്ഞു. അങ്ങനെ ആളെ തന്നെ കല്യാണം കഴിച്ചു. ലിബിൻ ചേട്ടന് റിലേഷൻഷിപ്പ് ഉണ്ടോ? എനിക്കറിയില്ല. അവന്റെ ഫോണും സംഭവങ്ങളും കാര്യങ്ങളും നോക്കാറില്ല. ഇവനെ കല്യാണം കഴിക്കണമെന്ന് പറയാൻ കല്യാണം കഴിക്കണ്ടെന്നാണ് പറയുന്നത്. എന്റെ ഒരു കൂട്ടുകാരൻ ഒരു പരനാരിയുണ്ട്, സെബിൻ. ഇതിനെല്ലാം ചുറ്റാടി ആരൊക്കെയായിട്ട് എന്തൊക്കെയോ കമ്പനി ഉണ്ടെന്ന് തോന്നുന്നു. എനിക്ക് വ്യക്തമായിട്ട് അറിയത്തില്ല, കാരണം എനിക്ക് കറക്റ്റ് ഈ സംഭവം വായിക്കാൻ അറിയത്തില്ല. ഇവർ എന്നെ അങ്ങോട്ടും ഇങ്ങോട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നത്. അപ്പം പിന്നെ ഉണ്ടെന്ന് തോന്നുന്നു, എനിക്ക് കറക്റ്റ് അറിയില്ല. അവനാണ് വ്യക്തമാക്കേണ്ടത്. അവന്റെ ഫോൺ എടുത്ത് നോക്കാറില്ല. സിബിൻ ചേട്ടനോട് ചോദിക്കാം നമുക്ക്. സിബിൻ ചേട്ടാ, സിബിൻ ചേട്ടാ, അത് നമ്മളെ പുറകെ ഇരിപ്പാണ്. നമുക്ക് ചോദിക്കാം, എന്താണ് പറയാനുള്ളത്? ഓക്കെ, ശരി. അപ്പൊ നമുക്ക് സെബിൻ ചേട്ടനെ കുറച്ച് ചോദിക്കണം. നമുക്ക് കുറച്ച് പറയുമ്പോൾ തന്നെ സെബിൻ ഇപ്പൊ ഞങ്ങൾക്ക് രണ്ടുപേർക്കും അത്യാവശ്യം നല്ല പരിക്കുണ്ട്. ഒരു വർഷമൊക്കെ എടുക്കുക റിക്കവർ ആയി പറഞ്ഞാല്. പ്രത്യേക ക്ലച്ചൊക്കെ ഓവർ ചോട്ടി കഴിഞ്ഞാൽ ഭയങ്കര പെയിൻ. അപ്പൊ ഇനിയിപ്പോ ഞങ്ങളുടെ യാത്രയിൽ അവനും കൂടെ വരുന്നുണ്ട്. അതിനിപ്പോ ഞങ്ങൾ കൂടുതൽ അമേരിക്ക വരെ ഉണ്ടാവും. അപ്പം അവനെ ഞങ്ങൾ ഇതുപോലെ തന്നെ യാത്രയിൽ കൊണ്ടുപോകണം. കാരണം ഞങ്ങളുടെ വണ്ടി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് തന്നെ ഉറപ്പില്ല. ചിലപ്പോൾ വലിയ ടൗണിലൊക്കെ നിന്ന് പോകും. മോസ്കോ പോലത്തെ ടൗണിലൊക്കെ നിന്ന് പോയി കഴിഞ്ഞാൽ ഇവന് തള്ളാൻ പറ്റില്ല, ഒറ്റ തള്ളാൻ പറ്റില്ല. അപ്പൊ തള്ളാൻ ഒരാൾ വേണം, കൈസഹായത്തിന് ആൾ വേണം. അപ്പൊ അവനെ കൂടെ ഞങ്ങൾ കൊണ്ടുപോകും. വിളിച്ചപ്പോ ഞാൻ വിചാരിച്ച സന്തോഷത്തോടെ യാത്ര അങ്ങനെ വിചാരിച്ചു. അവരിപ്പോ അങ്ങോട്ട് തിരിച്ചു കഴിഞ്ഞാൽ മത്സ്യകന്യ പോലെ ഓക്കെ, ഞാൻ സെബിൻ ചേട്ടനെ കുറിച്ച് 2 വാക്ക് പറയാൻ പറഞ്ഞാൽ എന്താ നിങ്ങൾ പറയാ? അല്ല, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇനി അല്ല, എന്തായാലും നമുക്ക് 2 വാക്ക് സെബിൻ ചേട്ടനോട് ചോദിക്കാം. ഇവനാണ് ഞങ്ങളുടെ കൂട്ടുകാരൻ സെബിൻ. ഇവനാണ് ഇനി അടുത്ത യാത്രയിൽ ഞങ്ങളുടെ അടുത്ത് വരുന്നത്. ഞങ്ങളുടെ അടുത്ത് കുറെ അധികം ആൾക്കാർ യാത്ര ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇവനെ മാത്രം കൊണ്ടുള്ള കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാല്, ഞങ്ങളുടെ യാത്രാ ബ്ലോഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ, അതായത് ചിലപ്പോൾ രാവിലെ തുടങ്ങി രാത്രി 12 മണിക്കൊക്കെ ഈ സംഭവം നിൽക്കുകയുള്ളൂ. അപ്പൊ അത്രയും നേരമുള്ള സംഭവമൊക്കെ ഷൂട്ട് ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡൊക്കെ ഉണ്ടാവുന്നില്ല. ചിലപ്പോൾ ഒരു ദിവസം ഒരു നേരമൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഇവനെ സംബന്ധിച്ച് ഇവനെ ഞങ്ങൾ നേപ്പാൾ വരെ കൊണ്ടു കഴിഞ്ഞാൽ ഇവൻ അഡ്ജസ്റ്റ്മെന്റ്, എല്ലാ കാര്യങ്ങളും അഡ്ജസ്റ്റ് സംഭവങ്ങളൊക്കെയാണ്. പിന്നെ 11-12 കാലഘട്ടത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചാണ്. അപ്പൊ ആ രീതിയിൽ അപ്പൊ അങ്ങനെ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് വലിയ ഇതൊന്നുമില്ല. കാരണം പിന്നെ മേയ്ക്കാൻ വലിയ കുഴപ്പമൊന്നുമില്ല. അല്ലാതെ ഇന്ന സ്ഥലത്ത് ഞാൻ പ്രത്യേകത ഒന്നുമില്ല. അപ്പൊ ആളിപ്പോ ഇന്നതാന്ന് പറഞ്ഞ് ഇന്നതല്ലെന്ന് പറഞ്ഞല്ല. അപ്പൊ ആ ഒരു ഇതുകൊണ്ട്. പിന്നെ അത് മാത്രമല്ല, ആള് ഞങ്ങളുടെ കൂടുതൽ ഇതുപോലെ നേപ്പാളി ഒന്നും ആർക്കും ഭയങ്കരമായിട്ട് സംഭവമൊക്കെ ഇഷ്ടപ്പെട്ടു. സംഭവം ഭയങ്കര സെറ്റപ്പ് എന്നൊക്കെ മനസ്സിലായി. അങ്ങനെ വയറൊക്കെ തോന്നിയോ. പിന്നെ ഇതിനെ കുറിച്ച് കൂടുതൽ പറയാനായിട്ട് അപ്പൊ ഇവനെ ഞങ്ങള് കൂടുതൽ കൊണ്ടുപോവാണ്. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസിലേക്ക് നേരം പുള്ളികൾ കഴിയിട്ട് മനസ്സിൽ ഇങ്ങനെ ഞാൻ ഇങ്ങനെ ഒതുക്കി കുറെ ക്വസ്റ്റ്യൻസ് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇവര് ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് പോവാ. ഓക്കെ, ഇവർ രണ്ടുപേരിലും ഏറ്റവും കൂടുതൽ ഫൺ ആരാ?
ആരാ? നിന്നോടാ ചോദ്യം. ആരോടാ? ഇവനോടാ? സെബിച്ചേട്ടനോടാ ചോദിക്കുന്നത്. നിന്നോടാ ചോദ്യം. ഇതിന് നീ വ്യക്തമായ ഉത്തരം പറഞ്ഞില്ല. ഇനി നമുക്ക് വെള്ളമില്ല, തീറ്റയില്ല. ഫണ്ണ് എബിനായിരിക്കും. എബിൻ ചേട്ടനായിരിക്കും ഏറ്റവും കൂടുതൽ ഫണ്ണുള്ള. ഇവരിലെ പെട്ടെന്ന് കരയുന്ന ഒരാള്. പെട്ടെന്ന് ഇവനായിരിക്കും. ഇവൻ കരയത്തേ ഇല്ല. ഹോസ്പിറ്റലിൽ കിടന്നപ്പോഴേ കരഞ്ഞിട്ടുള്ളത്. ഓക്കെ. രഹസ്യങ്ങള് പരസ്യമാക്കുന്ന വ്യക്തി ഇവര്. എന്റെ ചേച്ചി ഞാനേ ഇവനോട് ഒരു സൂപ്പർ മാർക്കറ്റ് കയറിട്ട് പറഞ്ഞു, എടാ ഇവൻ ലോക്കൽ സാധനം വിൽക്കണേ, അപ്പം ഇവനെ സൂക്ഷിക്കണം, അപ്പം നല്ല നോക്കി മേടിക്കണം. എന്നിട്ട് ഇവൻ ആ കടയിൽ പോയിട്ട് അവരോട് പറയോ, ഇവൻ പറഞ്ഞു ചേട്ടൻ ഫുൾ ലോക്കൽ സാധനം തരുന്നു, നല്ല തരുന്നു. അങ്ങനെ എന്നെ പല സ്ഥലത്തും ഇവൻ കുഴിച്ചടിച്ചിട്ടുണ്ട്. ഓക്കെ. ഒരു കാര്യം പറയുമ്പോഴത്തേക്കും അതിൽ നിന്ന് എല്ലാത്തിനും പിന്തിരിപ്പിക്കുന്ന ഒരാള് ആണ്. എന്തുകൊണ്ടാ? ഇവന്റെ മെയിൻ അതാണ്. ആണ്. കൂട്ടത്തിലെ ഏറ്റവും വലിയ വായി നോക്കി. അതിപ്പം രണ്ടുപേരും ആ കാര്യത്തിൽ കുറച്ച് അപ്പൊ രണ്ടുപേർക്ക് അങ്ങനത്തെ കാര്യം അങ്ങനത്തെ ഇത് കിട്ടാറില്ല. പിന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറയാം. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഒരു വണ്ടി കേസായിട്ട് ഞങ്ങൾ പെരിന്തൽമണ്ണയിൽ പോയി. അപ്പൊ ഞങ്ങൾ കണ്ടൊരു കാര്യം, ഇപ്പൊ ചേച്ചിയും ഞാൻ എക്സാമ്പിൾ ചേച്ചി ഇവനായിട്ട് പ്രണയത്തിലെന്ന് വിചാരിക്കുക, ഉദാഹരണം കേട്ടോ. അല്ല ഞാൻ പറയട്ടെ, ഉദാഹരണം എന്ന് വിചാരിക്കാം. ഇപ്പൊ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഇതായിട്ട് ഇവൻ വേറൊരാളെ പ്രണയിച്ചെന്ന് വിചാരിക്കാം. അപ്പൊ നിങ്ങൾ മര്യാദയ്ക്ക് ബ്രേക്കപ്പ് ആയി പോയതായിരിക്കാം. നിങ്ങൾ തമ്മിൽ ഒന്നും നടന്നിട്ടൊന്നുമില്ല, സ്റ്റേറ്റ് ആൻഡ് ഫോൺവേഡുള്ള ഇതായിരിക്കാം. പക്ഷെ നിങ്ങളുടെ മനസ്സിൽ എന്ത് വരും? ഒരു വൈരാഗ്യം വരും, എങ്ങനെയെങ്കിലും ഇവനെ തകർക്കണം എന്നുള്ളത്. ഈ ഞങ്ങൾ കഴിഞ്ഞ ദിവസം പോലീസ് സ്റ്റേഷനിൽ പോയി കണ്ട കാര്യം, ഒരു കല്യാണം കഴിച്ച ചേട്ടനും ഒരു 4 മക്കളുള്ള ഒരു ചേച്ചി തമ്മിൽ പ്രണയം. ആ ചേട്ടന് ഒരു കൊച്ചു കൊണ്ട് ഒരു ഭാര്യയുണ്ട്. എന്നിട്ട് ഇവർ തമ്മിൽ റിലേഷൻ സംഭവമൊക്കെ ആയിട്ട് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് ആ പോലീസ് സ്റ്റേഷനിൽ അവിടെ വിളിച്ചു വരുത്തി മധ്യസ്ഥം എന്ന് പറഞ്ഞില്ലടാ, മധ്യസ്ഥം എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയിട്ട് റേപ്പിനും പിന്നെ അതുപോലെ വേറെ സംഭവത്തിനും കേസ് കൊടുത്തു. അവന്റെ ജീവിതം പോയോ? IT ആക്ട്. അവന്റെ ജീവിതം പോയോ? 45 ദിവസം കഴിയാതെ എന്ത് കിട്ടൂല? ജാമ്യം കിട്ടൂല. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, ഇപ്പം ഞാനും ചേച്ചീനെ എന്ന് പറഞ്ഞ് ചിരിച്ച് ചേച്ചി പറയണ ഞാൻ നിങ്ങളെ വേറെ രീതി സംഭവം പരാതി കൊടുത്തത് ഞാൻ പോയ ഉള്ളില് പോയ. ഇപ്പൊ എല്ലാരും ഇതേപോലെയാണ്. അപ്പൊ ഈ കോഴി പരിപാടിക്ക് പോകേണ്ട കാര്യമുണ്ടോ? വീട്ടുകാരെ കാണിച്ചിരുന്നവരെ കെട്ടിയാ പോരെ, അല്ലെ നമ്മൾ ഒരാളെ സെലക്ട് ചെയ്ത് കെട്ടിയാ പോരെ? അതെ, അത്രേ ഉള്ളൂ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ലവ് മാരേജ് അല്ലേന്ന് ചോദിക്കുന്നതിലൂടെയല്ലേ സെലക്ട് ചെയ്ത് കെട്ടിയാ പോരെ ചോദിച്ചത്. ഞാൻ ലവ് മാരേജ് ആയിരുന്നെങ്കിലും എന്റെ വീട്ടിലും അവളുടെ വീട്ടിലും ആലോചിച്ച കെട്ടി. പക്ഷെ 2 വീട്ടുകാർക്കും താല്പര്യമില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഇനിഷ്യേറ്റീവ് എടുത്ത് ഞങ്ങൾ തന്നെ കെട്ടി. ഓക്കെ, അങ്ങനെ കെട്ടിയതാണ്. രണ്ടുപേരുടെ ഏജ് പറയണം. 27 വയസ്സ്. എത്ര ഏജാ? ഞാൻ 96, ഇവൻ 96, ഇവൻ 97. കാൽക്കുലേറ്റ് ചെയ്തോ? കാൽക്കുലേറ്റ് ചെയ്ത് എന്തായാലും ഒരു 10, 29, 30 വയസ്സ്. 28 അല്ലെങ്കിൽ മൊത്തം എല്ലാവരും അപരാധം പറയും. ഓക്കെ. ഇൻസ്റ്റാഗ്രാമിൽ ഏറ്റവും കൂടുതൽ ചാറ്റിംഗ് ഉള്ളതിൽ ഇവരാരാ ഏറ്റവും കൂടുതൽ ചാറ്റിംഗ് ഉള്ളത്? ഇവരാണ് ചാറ്റിങ് ബേസിക്കലി. പക്ഷെ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ചാറ്റിംഗ് ഒരു ദിവസം 2-3 പേരൊക്കെ ആയിരിക്കും നോക്കുക. അത് ഞങ്ങളുടെ ഈ ഇപ്പൊ പുറത്തൊക്കെ ഉള്ള ഞങ്ങളായിട്ട് ബന്ധമുള്ള ആൾക്കാരുണ്ടാവും. അതായത് അങ്ങനത്തെ ബന്ധമല്ല, അതായത് ഈ എന്താ പറയാ, ഞങ്ങൾ പല കാര്യങ്ങളും അവിടെ ഇവിടെ ഒക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്, അവരൊക്കെ ആയിട്ടുള്ള. അപ്പൊ ചിലത് വാട്സപ്പ് ഒന്നും കിട്ടിയില്ല. അപ്പൊ അങ്ങനെയുള്ളത് മാത്രമല്ല, വേറെ ഒന്നുമില്ല. സെബിൻ ചേട്ടന്റെ പ്രായോ എത്രാമത്തെ പ്രണയമാണ് ഇപ്പോഴാ? ഇഷ്ടം പോലെ. അതായത് സ്കൂളിൽ പഠിക്കുന്നതന്നെ അതും പൊളിഞ്ഞു. സ്കൂളിൽ പഠിക്കുന്നതിന് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ഇവനെ സംബന്ധിച്ച് ഇവന്റെ സൗന്ദര്യം കൊണ്ട് എല്ലാ സംഭവമാണ്. പക്ഷെ കറക്റ്റ് സമയത്ത് കാര്യങ്ങൾ സുന്ദരനല്ലേ, പക്ഷെ ഇവന് കറക്റ്റ് സമയത്ത് കാര്യങ്ങൾ കേട്ടാ. ചേച്ചി വരെ പറഞ്ഞു അത് സൂപ്പറാണ്, അപ്പോഴല്ലോ അതിന്റെ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ പറ്റാത്തതിന്റെ കുറച്ച് പ്രശ്നങ്ങളുള്ള. അല്ലാതെ ഇവന്റെ കല്യാണം നേരത്തെ നടന്നു പോയാൽ സങ്കടമുണ്ടോ സെബിൻ ചേട്ടാ? ഇല്ല, സങ്കടമൊന്നുമില്ല. ഇപ്പൊ 28-ാം വയസ്സ് സമയമുണ്ടല്ലോ, 28 ആയാലുള്ളൂ. ഇവൻ കല്യാണം കഴിക്കുമെന്ന് പറഞ്ഞ് ഞങ്ങളുടെ സാറിനോട് പറഞ്ഞ് സ്വന്തം ചേട്ടനെ നേരത്തെ കെട്ടിച്ച് അയാളെ ഒരു വഴിയിലാക്കി. ആ പുള്ളി ഇപ്പം സാരിത്തുമ്പിൽ അനുഭവിക്കുകയാണ്. ഇവൻ എന്നിട്ട് ഇപ്പൊ കെട്ടണ്ടാണ്. ഇവനെ പോലൊരു നാരി ലോകത്ത്. ചേച്ചി എന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ യാത്ര കഴിഞ്ഞ് വന്നിട്ട് കല്യാണം കഴിക്കാറോ എന്നാണ്. രാഷ്ട്രീയ പാർട്ടികളൊക്കെ സത്യപ്രതി കഴിഞ്ഞ് വന്നിട്ട് അവരുടെ മറ്റേ എന്നാ പറയാ, മറ്റേ ഇതുണ്ടല്ലോ, എന്നാ പറയുന്നത്, മറ്റേ ഇലക്ഷനിലെ മറ്റേ ഇത് പറയുന്ന പോലെ ഞങ്ങൾ അടുത്ത് അതാ ചെയ്യുന്നു, മുന്നേ അടുത്ത് ഇതാ ചെയ്യുന്നു. പറ
ഓക്കെ, എനിക്ക് ചേച്ചി തൊളിക്കുള്ള പ്രായമല്ല. എത്ര വയസ്സുണ്ട്? എനിക്ക് 22 വയസ്സുള്ളൂ. 22 വയസ്സേ ഉള്ളൂ. നീ ഒരു പെങ്ങളായിട്ട് ഈ കുട്ടീനെ കാണുന്നു. ഓക്കെ, സെമിൻ ചേട്ടൻ ഇവര് രണ്ടുപേരിലും കണ്ടൊരു ബെസ്റ്റ് ക്വാളിറ്റി. ഫസ്റ്റ് ലിബിന്റെ അറിയാം. ലിബിൻ എന്ന് പറഞ്ഞാൽ ആൾക്കാരുമായിട്ട് സംസാരിക്കാനും ഇപ്പൊ എന്താ പറയാ, ഇപ്പൊ ഒരു പോലീസ് സ്റ്റേഷനിലോ ഇപ്പൊ ഒരു വക്കീലിനോടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒഫീഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ച് അവതരിപ്പിക്കാൻ ലിബിന് നല്ലോണം അറിയാം. പെട്ടെന്നുള്ളിലും പോവാം. പക്ഷെ അത് തന്നെ അടി ചോദിച്ചു മേടിച്ചിരുന്ന ആളാട്ടോ. അയ്യോ, നാള് കാഠ്മണ്ഡു പോയപ്പോ അടി തിരികെ പോയെ. ടോൾ ഗേറ്റിന്ന് അടി എന്തിനാ പോയെ? ഞാൻ ഓടിയത്. ഞാൻ എല്ലാത്തിനും എന്റെ അടുത്ത ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ഏറ്റവും കൂടുതൽ വള്ളി പിടിക്കുന്നവരാ. ഓക്കെ, നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനില് ഇനി എബിൻചാന്റെ കൂടെ പറയാനുണ്ടായിരുന്നു ബെസ്റ്റ് ക്വാളിറ്റി എന്നാണ്. എബിൻ നല്ലോണം സംസാരിക്കും. പണ്ടുപോലെ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് മുതലേ നല്ലോണം സംസാരിക്കുമായിരുന്നു. അതുകൊണ്ട് നല്ല അടി കിട്ടിയിട്ടുണ്ട് സാറന്മാരെ. ഒരു വടി പൊട്ടിച്ച് 17 അടി എന്നെ കണ്ണിൽ അടിക്കുന്ന ഞാൻ കണ്ട. പൊട്ടിച്ച് ഓക്കെ, ഇവരിൽ ആരുടെയെങ്കിലും ഇൻസ്റ്റാഗ്രാം ചാറ്റ് വായിച്ച് ചിരിച്ചിട്ടുണ്ടോ? അല്ല, ഞങ്ങളുടെ ഫോണ് ഇവരിൽ നിങ്ങൾ ഫോണൊക്കെ കൊടുക്കാറുണ്ട്. ഞങ്ങളുടെ ഫോൺ അങ്ങനെ ഹിഡൻ അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല. ചിരിച്ചിട്ടുണ്ടോ സെമിൻ ചേട്ടാ? അതെ ഞാൻ ചോദിച്ചിട്ടുണ്ട്. ഇവൻ ചിരിക്കും. അങ്ങനെയാന്ന് വെച്ചാൽ ഞങ്ങള് ചാറ്റ് ചെയ്ത് എഴുതുന്ന കേട്ടിട്ട് ചേട്ടാന്നൊക്കെ മറ്റേ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ സുഖമാണെന്നുള്ള സുഖമാണോ കോപ്പി ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്ത് ഓക്കെ. കാരണം എല്ലാം ഇവർ ഓൾറെഡി ആദ്യമേ തുറന്നു പറഞ്ഞിട്ടുണ്ട് അല്ലേ വീഡിയോസിലൊക്കെ. അപ്പൊ അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ച് അങ്ങനത്തെ വിഷയങ്ങളൊന്നുമില്ല. കാരണം നമുക്ക് എന്തെങ്കിലും വരുന്നതിന് മുമ്പേ നമ്മൾ പറഞ്ഞേക്കാം. ഇനിയിപ്പോ ആരോടും നമ്മൾ പറയാതിരുന്നിട്ട് കാര്യമൊന്നുമില്ല. എന്തായാലും ആൾക്കാർ അറിയും. അല്ലേ? ഞാനല്ല ഇതൊക്കെ പറഞ്ഞത്, നിങ്ങളുടെ ഫ്രണ്ട് തന്നെയാണ് പറയുന്നത്. ഓക്കെ ഓക്കെ, നിരന്തരമായി ലിബിൻ ചേട്ടൻ പറയുന്ന ഒരു പെൺകുട്ടിയുടെ പേര്. അങ്ങനെയൊന്നും അറിയില്ലല്ലോ. ലിബിൻ പറയുന്ന ഓക്കെ, ഏത് എബിൻ ചേട്ടൻ പറയുന്ന പേര്? അഭിരാമി. അഭിരാമി ചേച്ചി ഇവിടെ ഉള്ളത് കൊണ്ട് അഭിരാമി ചേച്ചി ഒരിക്കലല്ല. ഞാൻ അങ്ങനെ വേറെ എന്റെ ഫോൺ വേണം ഇപ്പം ആങ്കർ എന്തിനാ ഇവരുടെയൊക്കെ പേഴ്സണൽ കാര്യങ്ങൾ നോക്കുന്നതെന്ന് പറയുകയാണ്. ചോദിച്ചോണ്ട് പറഞ്ഞോ, ഞങ്ങൾക്കൊരു മനസ്സുഖം. ഓക്കെ, ലിബിൻ ചേട്ടന്റെ കല്യാണം, ചേച്ചിയുടെ കയ്യിൽ നിന്ന് പോയിട്ടാണ്. സോറി ടോയിലും പറഞ്ഞു, ടോട്ടലി കൺഫ്യൂഷൻ ആയി. ലിബിൻ ചേട്ടന്റെ കല്യാണം എപ്പോഴായിരിക്കും ഉണ്ടാവുക? ഈ പോയിട്ട് ഞങ്ങള് ബിസിനസ്, ഞങ്ങളൊരു ചെരുപ്പ് ബിസിനസ് തുടങ്ങിയിട്ട് കെട്ടിക്കണം വിചാരിച്ചു. അത് അതോടുകൂടി പോയി. പിന്നെ ഒരു സിനിമ തുടങ്ങിയിട്ട് അതോടുകൂടി പോയി. ഇനി അടുത്ത എന്തെങ്കിലും പരിപാടി ഈ പ്രാവശ്യം വന്നിട്ട് കെട്ടിക്കണം. പ്രായം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ഡോക്ടർ കുട്ടികളുണ്ടെ പറഞ്ഞാൽ രീതിയിലുള്ള അതിപ്പോ എന്ത് ഡോക്ടർ ആയാലും കുഴപ്പമില്ല. മൃഗമായാലും പല്ലിന്റെ ആയാലും ചെവിയുടെ. ഓക്കെ, നമുക്ക് ലിബിൻ ചേട്ടന്റെ സങ്കല്പങ്ങൾ കേൾക്കും. ഓക്കെ, നിങ്ങൾ മിണ്ടരുത് കേട്ടോ, നിങ്ങൾ സംസാരിക്കും. ലിബിൻ ചേട്ടൻ സംസാരിക്കും. എന്തൊക്കെയാണ് ഒരു 5 സങ്കല്പം പറഞ്ഞേ. 5 സങ്കല്പങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാണല്ലോ, സങ്കല്പങ്ങള് നമ്മൾ സങ്കല്പിച്ചൊരു കുട്ടീനെ കിട്ടിയെന്ന് ചോദിച്ചോ, ആ സങ്കല്പങ്ങൾ നടന്നില്ല, അത് പരാജയം. അതുകൊണ്ട് സങ്കല്പങ്ങളൊന്നുമില്ല. ഇവനെ ഓൾറെഡി ഒരു കുട്ടിയായിട്ട് ഇഷ്ടമായിരുന്നു. അപ്പൊ ഞങ്ങളുടെ അടുത്ത ഇതായിരുന്നു. അപ്പൊ അതിനെ കൂടുതൽ പറയുന്നില്ല. അപ്പൊ അത് ഞങ്ങൾ പിന്നെ അവരുടെ വീട്ടുകാരെ പറഞ്ഞത് പിന്നെ നമ്മൾ 2 വഴിക്കാക്കി. അപ്പം അത് തന്നെ എന്നാ പറയാ, വിശാല മനസ്സായി പോയി അല്ലേ? അപ്പൊ അതുകൊണ്ട് അങ്ങനെ നിർത്തി. പിന്നെ ഓൾറെഡി ലൈൻ ഉണ്ടായിരുന്നു, അതോടുകൂടി അതുപോയോടുകൂടി പിന്നെ എല്ലാം നിർത്തി. ഇപ്പൊ കെട്ടിക്കണം നല്ലൊരാള്. ഓക്കെ, കാണുന്ന കുട്ടികൾ ശ്രദ്ധിക്കുക, സെബിൻ ചേട്ടൻ സിംഗിൾ. അയ്യോ, എല്ലാ കേസും പറയുന്നുണ്ട്. ഇതോടുകൂടി ഇവനോട് അടുപ്പമുള്ള എല്ലാരും ഇന്ന് പേടിയായിരിക്കും. ഇത് ഷൂട്ട് ചെയ്യുന്ന ക്യാമറമാൻ എന്നെ സുഖം ചിരിക്കുക. ആദ്യം ഫസ്റ്റ് ഹാഫ് എന്ന് വെച്ചാൽ ആകായിരുന്നു, ഇപ്പൊ അങ്ങോട്ട് തുറന്നടിക്കുക. ഓക്കെ, ലിബിൻ ചേട്ടൻ ചേച്ചിയും കമ്പിയാ നീയും കമ്പിയാ, അതായത് ചേച്ചിയുടെ പല്ലേ കമ്പി നിന്റെ കയ്യെ കമ്പി. ലിബിൻ ചേട്ടൻ ഏറ്റവും കൂടുതൽ നോണ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം
എന്തിനെ കുറിച്ചാ കള്ളം പറഞ്ഞിട്ടോ? ഞങ്ങൾ പറഞ്ഞാൽ മതി. എന്നല്ലേ എബിൻ ചേട്ടനോ? ഞങ്ങൾ അങ്ങനെ ഞാൻ വീട്ടിലായാലും ആരോടും അങ്ങനെ നുണയൊന്നും പറയാറൊന്നുമില്ല. ഒരു കാര്യത്തിലും അഭിരാമി ചേച്ചിയോട് ഒരു കള്ളം പറഞ്ഞിട്ടുണ്ടല്ലോ, അതെന്തിനായിരുന്നു? അങ്ങനെ പറയത്തില്ല, പറഞ്ഞു പിടിക്കും. സത്യം മാത്രം പിന്നെ പറയുന്നത് നമുക്ക് കിടന്നുറങ്ങാൻ പറ്റില്ല. കുമാന്ന് പറഞ്ഞാൽ അതിപ്പോ നമ്മൾ മിണ്ടായിരിക്കുന്നല്ലേ ഏറ്റവും നല്ലൊരു കാര്യം. പറഞ്ഞ പോലെ അല്ല അങ്ങനെയല്ല, നമ്മളങ്ങനെ ആരോടും അങ്ങനെ കള്ളമൊന്നും പറയത്തില്ല. പറഞ്ഞിട്ട് കാര്യമില്ല, എന്തായാലും പിടിക്കൂലേ. ചേച്ചി ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാം, നല്ലൊരു ഉദാഹരണം. മോക്ക് ഇപ്പൊ ഒരു പ്രണയമുണ്ട്. നിങ്ങളുടെ പ്രണയം ഇങ്ങനെ പൂത്തൊലിഞ്ഞു പോകും. അപ്പൊ നിങ്ങളുടെ വീട്ടുകാർ വേറൊരു പയ്യനായിട്ട് കല്യാണം കഴിപ്പിക്കുന്നു. നിർബന്ധമായിട്ട് നിങ്ങൾ അവനായിട്ട് കല്യാണം കഴിയുമ്പോൾ നിങ്ങൾ പ്രണയമുള്ള ആള് നൈസായിട്ട് തേക്കുന്നു. ഒരു കാലത്ത് അവനത് അറിയാൻ നേരത്ത് പ്രശ്നമായോ? അതിപ്പോ ഇതുണ്ടെന്ന് അവരോട് പറഞ്ഞ് കിട്ടുവാണെങ്കിൽ ഉദാഹരണം കറക്റ്റ് കേട്ടോ. ഇരിക്കട്ടെ, കാണുന്നവർക്കൊക്കെ ഒരു മനസ്സ്. സെബിൻ ചേട്ടൻ ഏ സമയത്താണോ ഞാനിവിടെ ഇരിക്കാൻ തോന്നിയിട്ടുള്ളത്? ഓക്കെ, ഇവര് രണ്ടുപേരിലും ഏറ്റവും കൂടുതൽ എൻജോയ്മെന്റ് ഉള്ള ഒരാള് രണ്ടുപേരും. ഞങ്ങളൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അങ്ങനെ എൻജോയ്മെന്റ് അങ്ങനെയൊന്നുമില്ല. നമ്മുടെ ആവശ്യം കഴിഞ്ഞ് ഞങ്ങൾ അവിടെ പോവുക എന്നുള്ള, അല്ലാതെ അവിടെ അങ്ങനെ തമ്പടിച്ചെടുക്കുക അങ്ങനെ പരിപാടിയൊന്നുമില്ല. ഇനി എനിക്ക് പേഴ്സണലായിട്ട് ചേട്ടനോട് തന്നെ ചോദിക്കാനുള്ളത്, അഭിരാമി ചേച്ചി എന്തുകൊണ്ടാണ് ട്രിപ്പിന് കൊണ്ടുപോകാത്ത? കൊണ്ടുപോയല്ലോ, ഞങ്ങൾ എല്ലാവരും ഫാമിലി ആയിട്ട് ഞങ്ങൾ കാശ്മീരൊക്കെ കറങ്ങി വന്ന. പിന്നെ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ പോകുന്ന യാത്ര റിസ്ക് ഉള്ള യാത്രയാണ്. അപ്പൊ രാത്രി ചില രാജ്യങ്ങളിൽ നമ്മുടെ കൂടുതൽ പെണ്ണുങ്ങളൊക്കെ ഉണ്ടല്ലോ ഭയങ്കര വിഷയങ്ങൾ. അപ്പൊ സ്വന്തം ഭാര്യ എന്നൊക്കെ അവരോട് പറഞ്ഞ് തെളിയിക്കാനൊക്കെ ഭയങ്കര പാടാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഒറ്റയ്ക്കായിട്ട് പോകുന്നത്, ഞങ്ങൾ ഉടുതുണിയും മറുതുണിയും ഇല്ല, ഞങ്ങൾ വഴി നിന്നിട്ടുണ്ട്. കാരണം ഞങ്ങൾ ചെക്കിങ്ങിന് ഇതിനൊക്കെ ആയിട്ട്. അപ്പൊ നമ്മുടെ യാത്രയിൽ അവരെ കൊണ്ട് പോവാന്നുള്ളത് അത്ര പോസിബിൾ അല്ല. അതുകൊണ്ടാണ് കൊണ്ടുപോകാൻ. ഇനിയിപ്പോ ഞാൻ ഒരു കാര്യം, ഇത്രയും നാൾ ഞങ്ങൾ വളരെ സേഫ് ആയിട്ടാണ് യാത്ര ചെയ്തത്. ഇനി ഞങ്ങൾ റഷ്യന്ന് ജോർജിയ വഴി പിന്നെ തുർക്കി വഴി ഞങ്ങൾ യൂറോപ്പിൽ കയറാൻ നേരത്താണ് ഞങ്ങൾ ഇഷ എണ്ണ വരയ്ക്കാൻ പോകുന്നത്. അതായത് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളും ഈ മോഷണം പ്രശ്നങ്ങൾ ഇതൊക്കെ ഉള്ളത് യൂറോപ്പിലാണ്. ഇനിയാണ് ഞങ്ങൾക്ക് ടാസ്ക്. നമ്മൾ കുഞ്ഞു എന്ന് കഴിഞ്ഞാൽ നമ്മൾ നിക്ക അടിച്ചോളൂ, ഞങ്ങളുടെ വണ്ടിയുടെ ബേക്കിലെ ടയർ അടിച്ചോളൂ, പിന്നെ ഞങ്ങളുടെ സൈക്കിൾ എല്ലാ സാധനങ്ങളും നഷ്ടപ്പെടാനുള്ള വളരെ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുമെന്ന് അറിയില്ല. ഇവരോട് നിക്കർ പോലും ഇങ്ങനെ അല്ലെ, അലക്കിയിട്ട് തുണി അടിക്കുന്ന സംഭവം ഉണ്ടോ? അറിയോ? തമാശ പറഞ്ഞല്ല, ആ തമാശല്ല. ഈ ട്രക്ക് ഡ്രൈവർമാര് അലക്കി തുണി ഇങ്ങനെ ഭയങ്കര വിഷയം. ഞങ്ങൾ പോകാനായിട്ട് തന്നെ ഞങ്ങൾ കുറെ സംഭവങ്ങൾ ഫേസ് ചെയ്താ ആണ്. അപ്പൊ ഒരുപാട് കാര്യങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും നിങ്ങൾ ട്രിപ്പ് പോയതിൽ ഏറ്റവും കൂടുതൽ ഫണ്ണായിട്ട് ഇപ്പം ആലോചിക്കുന്നതോറും നമുക്ക് ഫണ്ണായിട്ട് തോന്നുന്ന ഒരു കാര്യമില്ല, ഫൺ ടൈപ്പ് ആയിട്ടുള്ള ഒരു, ഞങ്ങൾ ലോകത്തിലെ ഏറ്റവും വലിയ പിന്നെ പാസ്, അതായത് സംസ്കാർ വാലി ടു ലേ വഴി ഞങ്ങളുടെ ബസ് ഓടിച്ചു. ഒരു ദിവസം എടുത്തു, 2 ദിവസം അല്ലടാ, 1.5 ദിവസം എടുത്തു. 1.5 ദിവസം ചെയ്ത യാത്ര ആ ജീവിതത്തിൽ മറക്കാൻ പറ്റില്ല. കാരണം മരണം മുന്നിൽ കണ്ട് യാത്ര ചെയ്ത ടയറൊക്കെ പൊട്ടി. ഇതാണോ നിങ്ങളുടെ ഫൺ? ടയർ ഒരുമിച്ച് വെട്ടി, വണ്ടിയുടെ എഞ്ചിൻ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ, അതൊക്കെയാണ് ഞങ്ങൾക്ക് ജീവിതത്തിൽ ഇങ്ങനെ ഓർക്കാൻ പറ്റാത്ത സംഭവങ്ങൾ. പിന്നെ ഞങ്ങൾ അങ്ങനെ ഇപ്പൊ ഇന്ന സ്ഥലത്ത് ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ നമ്മളൊരു വലിയൊരു ടൂറിസ്റ്റ് പ്ലേസിൽ പോയി. പിറ്റേ 2 ദിവസം കഴിഞ്ഞ് നമ്മൾ വേറെ ടൂറിസ്റ്റ് പ്ലേസ് പോകും. അങ്ങനെയുള്ള ടൂറിസ്റ്റ് പ്ലേസിനെ കുറിച്ചൊന്നും അങ്ങനെ ഇല്ല, അങ്ങനെ ഓർക്കാറൊന്നുമില്ല. യുഎസിലേക്ക് പോവല്ലേ? അതെ. ആ ഒരു പ്ലാൻ ആരാ ഇട്ടതാ? ഞങ്ങൾ ശരിക്കും UK ആയിരുന്നു പോകുന്നത്. അപ്പൊ ഞങ്ങൾ എന്തായാലും പോവാ, പിന്നെ അമേരിക്ക പോയിട്ട് വരാന്ന് വിചാരിച്ചു. അങ്ങനെ പോവാ. ഈ യാത്രയ്ക്ക് ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് പ്ലാൻ തട്ടിപ്പൊട്ടി. ആ ഇവൻ അമേരിക്ക വരെ ഉണ്ടാവും. അമേരിക്ക കാനഡ അവിടെ എല്ലാം ഇവനുണ്ടാവും. കാരണം ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് സംസാരം അറിയില്ല, ഫ്രണ്ടിൽ സംസാരിക്കേണ്ടവനാണ്. രണ്ടാമത് ഞങ്ങള് ഇത്രയും നാളും ആയതിൽ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടല്ലേ കൊണ്ടുപോകുന്നേ? നേപ്പാൾ അല്ലാണ്ട് ഇവന്റെ സെക്കൻഡ് ഹോം ആണ്, ഇവന്റെ റൂം, സെക്കൻഡ് ബാത്റൂമാണ് ഇവന്റെ ബാത്റൂം. തമാശയല്ല. അപ്പഴും ഇവരോട് ചോദിക്കാൻ തുടങ്ങി, നാണം ഉണ്ടോ ഉളുപ്പുണ്ടോടാ കിടക്കാൻ. ഇവിടെ വന്നു കഴിഞ്ഞാൽ പുറത്തിറങ്ങാൻ പറ്റൂല. കാരണം എന്താ, വിടൂല, വണ്ടിയുടെ ചായ മേടിച്ചു വെക്കും, വിടില്ല. പിന്നെ ഇപ്പൊ ഞങ്ങള് ഇതേപോലെ തന്നെ ഇപ്പം ഇവൻ നമ്മുടെ അടുത്ത് വരുന്നു. അപ്പൊ ഇതിന്റെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പം ഒന്നാമത്തെ കാര്യം വെച്ചാൽ ഈ ലാംഗ്വേജ് അറിയാമെങ്കിൽ തന്നെ നമുക്ക് കുറെ ബെനിഫിറ്റ് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇവനിലൂടെ നമുക്ക് നേടാൻ പറ്റും വിചാരിക്കുന്നു. ഇനി അവിടെ ചെല്ലാനത്ത് വെച്ച് കഴിഞ്ഞാലാണ് നമ്മൾ മുമ്പാൻ പോകുന്നത്. ഇംഗ്ലീഷ് ബുക്ക് മേടിച്ചിട്ടുണ്ട്. ഇനി അടുത്ത ചോദ്യം കഴിഞ്ഞോ? ഇല്ല, കൊറേ ചോദ്യം ചോദിക്കാനുണ്ട്. അല്ല, ഇനി നമുക്ക് മൈക്കിളിനെ കുറിച്ച് ചോദിക്കാം. ഇതേപോലൊരു എല്ലാ രീതിയിലും മൈക്കിൾ
തകർത്താടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഈ തിയേറ്ററിന് തന്നെ പല ഭാഗങ്ങളും ഇല്ല. നമ്മളിപ്പോ എല്ലാം ഇരിക്കുന്നത് വലിച്ചു തന്നെ വലിച്ച്. ഒരു തിയേറ്ററിലാട്ടോ. അതെ, ചെറിയ ടീം ഞങ്ങൾ തന്നെ സ്വന്തം പറഞ്ഞത്. ഞങ്ങൾ തന്നെ സ്വന്തം അതെ. മൈക്കിളിന് ഇപ്പൊ എത്ര വയസ്സായി? 1.25 1.25. ഒരു മാസം 7 മാസമായി. ഒരു വർഷം 7 മാസം. ഏതെങ്കിലും ഒന്ന് ഉറപ്പിച്ച് പറയാമോ? അവനെ വിളിച്ചോണ്ട് വേണം വരായിരുന്നു. ഓക്കെ, മൈക്കിളിനെ വിളിക്കാം. മൈക്കിളിനെ വിളിച്ചാൽ വരുമ്പോ എടുത്തിട്ട് വരാം.